നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആവാറായി. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. അതാണ് ഫസ്റ്റ് ആവശ്യം. കോഴിക്കോടാണ് ഞാൻ സ്ലോട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞല്ലോ, അപ്പം അതിനൊരു ട്രോളി വാങ്ങണം. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ്. പിന്നെ കോഴിക്കോട് ഹൈലൈറ്റ് മോളിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഉണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മുടെ ടൈമിംഗ് ഒത്തുവരാണെങ്കിൽ അവിടെയും കയറി, അത് ബെൽജിയം വാഫിൾസ്, അവിടെ കയറി ഒരു കിറ്റ്കാറ്റ് വാഫിൾ കഴിക്കണം. ഇതൊക്കെയാണ് അജണ്ട. അപ്പം ഹെവി റെയിനാണ്, ഇപ്പോൾ ഒന്ന് അടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് എങ്ങനെ ഇതൊക്കെ നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ മെയിനായിട്ട് പാസ്പോർട്ടും ട്രോളിയും എന്തായാലും വേണം. അപ്പോൾ ഏകദേശം 10 മണിയാകുമ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മലബാർ മസാല എന്ന് പറയുന്ന ഈ കടയിലേക്കാണ് പോകുന്നത്. പണ്ട് ഞാൻ സൈബർ പാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടീം ട്രീറ്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. ഒരു ലഞ്ചോ അല്ലെങ്കിൽ ഡിന്നറിനോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡായിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അധികം വരാത്തത് കൊണ്ട് തന്നെ ഒരു പരീക്ഷണാർത്ഥം ഒരു കറിയും 2 വെള്ളപ്പമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ആ ഒരു ആർക്കിടെക്ചർ, ആ ഒരു പെയിൻറ്റിങ്സ്, ആ ഒരു ഡിസൈൻ, അത് ഭയങ്കര അടിപൊളിയാണ്. ഫുഡ് വന്നപ്പോൾ പ്രതീക്ഷ മാറിയിട്ടോ, അടിപൊളി കറി. അങ്ങനെ വീണ്ടും എക്സ്ട്രാ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റുള്ള ഡിക്കാത്തലോണിലേക്ക് പോയി. ഒരു കുട വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. 899 രൂപയുടെ ഒരു കുട. ഫ്രണ്ട് പറഞ്ഞ് കേട്ടിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിയതാണ്. സംഭവം 2 പേർക്ക് സുഖമായിട്ട് കൊള്ളും. പക്ഷേ അതൊരു കുറച്ച് ഓവറല്ലേ എന്നൊരു ചിന്തയില്ലാതെയും ഇല്ല. ഇപ്പോൾ ഡിക്കാത്തലോണിൻ്റെ വഴിയൊക്കെ കംപ്ലീറ്റ്ലി നാശമായി. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വരണം. ഒരു വണ്ടിയോ അറ്റ് എ ടൈം കിടക്കുള്ളൂ. 2 വണ്ടി ഒരുമിച്ച് ക്രോസ് ചെയ്യില്ല. നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് അവരുടെ ഇൻസ്ട്രക്ഷനൊക്കെ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പഴയ വഴിയൊക്കെ അടച്ചു. NHന്റെ പണി നടക്കുന്നത് കൊണ്ട് ഇതൊരു പോക്കറ്റ് റോഡാണ്. പോക്കറ്റ് റോഡ് കൂടിയേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചധികം വളച്ചു പോകണം. ഇതിൽ കൂടെ ഒരു വണ്ടി മാത്രമേ അറ്റ് എ ടൈം പോകുള്ളൂ. നമുക്ക് പന്തീരങ്കാവ് വരെ പോയി അവിടെ നിന്ന് തിരിച്ചു വരണം. എന്നാലേ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് പണ്ട് വരുന്നത് പോലെ ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം ഇല്ല. അവിടെ ഒരു കാറ് വരുന്നുണ്ട്. അവരിപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ഡിക്കാത്തലോണിൻ്റെ ഒരു സെക്യൂരിറ്റി അവിടെയും കൂടെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഹൈലൈറ്റ് മോളിലേക്ക് കയറുകയാണ്. ഇനി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണം. കോഴിക്കോട്ടിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് മോൾസിൽ ഒന്നാണിത്. നല്ല അടിപൊളി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുക, പാർക്കിംഗ് ഇവിടെ ഇല്ലാണ്ടായിട്ട് ആൾക്കാർ പുറത്തു പോയി പാർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥേനെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത്രയും വലിയ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഹൈലൈറ്റ് മോളിൽ നിന്ന് നമ്മൾ ട്രോളി വാങ്ങി. സഫാരിയുടെ 30 ലിറ്ററിൻ്റെ ട്രോളിയാണ് വാങ്ങിയത്. ഇതിന് 4200 രൂപയായി. ഓക്കെ, അപ്പം നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് ഫുഡ് കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ വെസ്റ്റ് ഹില്ലിലുള്ള പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങളുടെ ടൈം വന്നിട്ട് 3:30 ആയിരുന്നു. പക്ഷെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് എനിക്ക് മെസ്സേജ് കാണിച്ച് പുള്ളി അപ്പാടെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടിൻ്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പിയും പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും എടുത്തിട്ട് ഒരു ടോക്കണിൽ എഴുതിയ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ പോയി കാണിച്ചു. അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒത്തു നോക്കി, ഡാറ്റയൊക്കെ സെയിം ആണ്, അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് നെക്സ്റ്റ് റൂമിലേക്ക് പോകാൻ പറയും. അപ്പോൾ സ്ക്രീനിൽ നമുക്കൊരു ടോക്കൺ തന്നു. പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് അടുത്തുള്ള ഒരു അക്ഷയ സെൻറ്റർ പോയിട്ട് പാസ്പോർട്ട് റിന്യൂവലിന് നമ്മുടെ കറണ്ട് പാസ്വേഡും ഡോക്യുമെൻറ്റ്സും കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു ഫോം സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഏത് ദിവസമാണ് വേണ്ടത്, അവൈലബിൾ ആയിട്ടുള്ള ദിവസം അവർ പറയും. നമുക്ക് ആവശ്യമുള്ള ഏത് ഓക്കെ ആയ ഒരു ദിവസം സെലക്ട് ചെയ്യാം. അപ്പം ഇത് സബ്മിറ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരും, ആ ഡേറ്റിൽ ഏത് ടൈം സ്ലോട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. 1500 രൂപയാണ് ഇതിൻ്റെ ഒരു ഫീ വരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ദിവസം റിന്യൂവൽ ആയതുകൊണ്ട് ചിലപ്പോൾ പരിപാടി നേരത്തെ നടക്കാം, നമ്മുടെ ഒരു ലക്ക് പോലെ. എനിക്ക് 3:30 സ്ലോട്ട് കിട്ടിയത്. പക്ഷെ ഞാൻ 2 മണിക്ക് പോയപ്പോൾ അവരെന്നെ ഉള്ളിൽ കയറ്റി. എന്നിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റഡ്
ഓൾറെഡി ഉള്ള പാസ്പോർട്ട് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വെച്ചിട്ട് സബ്മിറ്റ് ചെയ്തു. അവർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്ത് പുതിയ ഫോട്ടോ എടുത്തു. ജസ്റ്റ് പിന്നെ 2-3 കൗണ്ടറിൽ വീണ്ടും നമ്മുടെ ഡാറ്റാസൊക്കെ അവർ ക്രോസ് വെരിഫൈ ചെയ്യും. കഴിഞ്ഞു. സംഭവം വളരെ സിമ്പിളാണ് റിന്യൂവലിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് വയനാട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വെൽക്കം ടു വയനാട് ബോർഡ് കാണാൻ പറ്റും. ഫൈനലി നമ്മളിതാ വെൽക്കം ബാക്ക് ടു വയനാട് എത്തിയിരിക്കുകയാണ്. വെൽക്കം ബോർഡ് ഇതാ വെൽക്കം ടു വയനാട്. അപ്പം നമ്മൾ വയനാട് ചുരം കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാം. ഇതിപ്പോൾ ഒരു അമ്പലം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു സംഭവം. ഇതാണ് കരിന്തണ്ടൻ മൂപ്പൻ. വയനാട് ചുരം കണ്ടുപിടിച്ചത് പുള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഈ കുരുമുളകും ഇതൊന്നും കടത്താൻ പറ്റായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഈ പുള്ളി വഴി കണ്ടുപിടിച്ചു കൊടുത്തു അത്ര. അപ്പോൾ എന്തുണ്ടായി, അപ്പോൾ ബ്രിട്ടീഷുകാർ വഴി കിട്ടിയപ്പോൾ ആളെ കൊന്നു. അതിനുശേഷം ആ വഴി പോകുന്ന എല്ലാ ചരക്ക് വണ്ടികളും ആക്സിഡൻ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ പുള്ളീനെ ആവാഹിച്ച് ഈ മരത്തെ കെട്ടിയിട്ടു. ഈ ഒരു ബ്രാഞ്ച് മാത്രം വളരില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ഓരോരോ കഥകളാണ്, സത്യം എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇതാണ് കരിന്തണ്ടൻ മൂപ്പൻ. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തതിൻ്റെ സ്നേഹമാണ്, കണ്ടോ.